ക്ലാസിക് കാഴ്സ് പോയട്രി ഓൺ വീൽസ് എന്നത് എച്ച്.എൽ. ബാർബർ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു ലേഖനമാണ്. വാഹനങ്ങളുടെ ചരിത്രവും വികാസവും ഈ ലേഖനം വിശദീകരിക്കുന്നു. ആധുനിക കാറുകൾ പെട്ടെന്ന് രൂപപ്പെട്ടതല്ലെന്നും നിരവധി പരീക്ഷണങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും കണ്ടുപിടുത്തങ്ങളിലൂടെയും മെച്ചപ്പെടുത്തലുകളിലൂടെയും അവ ക്രമേണ വികസിച്ചുവെന്നും ലേഖനം വ്യക്തമാക്കുന്നു. ക്ലാസിക് കാറുകൾ അവയുടെ സൗന്ദര്യം, രൂപകൽപ്പന, പ്രവർത്തനക്ഷമത, ചരിത്ര പ്രാധാന്യം എന്നിവ കൊണ്ട് ഏറെ വിലമതിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവയെ ചക്രങ്ങളിലെ കവിത പോയട്രി ഓൺ വീൽസ് എന്ന് വിളിക്കുന്നത്. അവ വെറും യന്ത്രങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ സർഗാത്മകത, ഭാവന, കഠിനാധ്വാനം, പുരോഗതി എന്നിവയുടെ പ്രതീകങ്ങളാണ് അവ. നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് വാഹനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസിലെ നിക്കോളാസ് ജോസഫ് കഗ്നോ ആദ്യത്തെ യഥാർത്ഥ മോട്ടോർ ഉപയോഗിച്ച് ഓടുന്ന വാഹനം നിർമ്മിച്ചു. അത് നീരാവിയിൽ പ്രവർത്തിക്കുന്ന 3 ചക്രങ്ങളുള്ള വാഹനമായിരുന്നു. അത് വേഗം കുറഞ്ഞതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. എങ്കിലും കുതിരകളില്ലാതെയും ഒരു വാഹനത്തിന് സഞ്ചരിക്കാനാകുമെന്ന് അത് തെളിയിച്ചു. ഇംഗ്ലണ്ടിൽ വില്യം മർഡോക്ക്, റിച്ചാർഡ് ട്രെവിത്തിക് എന്നിവരും നീരാവിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തി. അമേരിക്കയിൽ ഒലിവർ ഇവാൻസ് ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി എഞ്ചിൻ വികസിപ്പിക്കുകയും നീരാവിയിൽ പ്രവർത്തിക്കുന്ന വണ്ടികളിൽ പരീക്ഷണം നടത്തുകയും ചെയ്തു. ആദ്യകാല നീരാവി വാഹനങ്ങൾ ഭാരമേറിയതും ശബ്ദമുള്ളതും വേഗം കുറഞ്ഞതും വിശ്വാസ്യത ഇല്ലാത്തതും അപകടകരവുമായിരുന്നു. പിന്നീട് പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കുവാൻ തുടങ്ങി. ജോർജ് ബി. സെൽഡൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾ ഭാവിയിൽ പ്രധാനപ്പെട്ടവയാകുമെന്ന് വിശ്വസിച്ചു. 1885-ൽ കാൾ ബെൻസ് വിജയകരമായ ഒരു പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3 ചക്ര വാഹനം നിർമ്മിച്ചു. 1886-ൽ അദ്ദേഹത്തിന് അതിൻ്റെ പേറ്റന്റ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ആധുനിക കാറുകളുടെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പായി മാറി. ഇക്കാലത്ത് വൈദ്യുത വാഹനങ്ങളും വികസിപ്പിക്കുവാൻ തുടങ്ങി. വില്യം മോറിസൺ 1891-ൽ ആദ്യത്തെ വൈദ്യുത കാർ നിർമ്മിച്ചു. 1892-ൽ അത് ചിക്കാഗോയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടു. കുതിരകളില്ലാതെ ഒരു വാഹനം സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രാധാന്യവും ലേഖനം വിശദീകരിക്കുന്നു. അൽഫോൻസ് ബോ ദ റോഷ 1862-ൽ ഈ തത്വം കണ്ടെത്തി. നിക്കോളാസ് ഓട്ടോ 1876-ൽ ഈ തത്വത്തെ അടിസ്ഥാനമാക്കി ഒരു എഞ്ചിൻ വികസിപ്പിച്ചു. ഇത് ഓട്ടോ സൈക്കിൾ എന്നറിയപ്പെട്ടു. പല വാഹന എഞ്ചിനുകളിലും ഈ തത്വം ഉപയോഗിക്കുന്നു. 1895ഓടെ പ്രായോഗികമായ വാഹനങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ തുടങ്ങി. ക്ഷമ, ധൈര്യം, പരാജയം, നിരന്തരമായ പരിശ്രമം, മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെയാണ് മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കുന്നതെന്ന് ക്ലാസിക് കാറുകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ക്ലാസിക് കാറുകൾ മനുഷ്യന്റെ പുരോഗതിയുടെയും നവീകരണത്തിൻ്റെയും നീണ്ട യാത്രയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മഹത്തായ കണ്ടുപിടുത്തവും ഒരു ദിവസം കൊണ്ട് പൂർണ്ണതയിലെത്തുന്നില്ല എന്നതാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. നിരവധി കണ്ടുപിടുത്തക്കാരുടെ കഠിനാധ്വാനം, ഭാവന, പരീക്ഷണങ്ങൾ, പരാജയങ്ങൾ എന്നിവയുടെ ഫലമാണ് ആധുനിക കാറുകൾ. പുരോഗതിക്ക് ക്ഷമയും ധൈര്യവും സ്ഥിരോത്സാഹവും ആവശ്യമാണെന്ന് ക്ലാസിക് കാറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.